സാധാരണ ഒരു ജീവിതം ജീവിച്ചുകൊണ്ടിരുന്നൊരു പെൺകുട്ടിയാണ് നീ. നിന്റെ ജീവിതത്തിലേക്ക് ഒപ്പം കൂട്ടാൻ തീരുമാനിച്ചതെങ്കിൽ ഒന്നും ഓർക്കുക പോലുമില്ലാതെ നിന്റെ ഒപ്പം എന്തിനും ഏതിനും ഞാൻ നിൽക്കുമായിരുന്നു വിനീതെ. പക്ഷെ നിന്റെ ഈ തീരുമാനം അതെനിക്ക് ഉൾക്കൊള്ളാൻ വയ്യട മോനെ. സത്യം പറഞ്ഞാൽ എനിക്ക് നിന്നെ സപ്പോർട്ട് ചെയ്യാനല്ല, മറിച്ച് നിന്റെ തീരുമാനത്തിൽ നിന്ന് നീ പിന്മാറണോ എന്ന് പറയാനാണ് തോന്നുന്നത്. നമുക്കിത് വേണ്ട വിനീത്. അമ്മയ്ക്കിതൊട്ടും ഉൾക്കൊള്ളാൻ വയ്യ. തലയിൽ കൈ താങ്ങി നിസ്സഹായത നിറഞ്ഞ ശബ്ദത്തിൽ ശ്രീദേവി പറഞ്ഞതും അമ്മയെ ഒരു ഞെട്ടലോടെ നോക്കി വിനീത്. എന്തിനോ നിറഞ്ഞു പോയ അന്നേരം അവൻ്റെ മിഴികൾ. അവൻ്റെ ഞെട്ടലും മുഖത്തെ സങ്കടവും ഒരു നോവേൽപ്പിച്ചു ശ്രീദേവിയിലും. ഇരു കൈകൾ കൊണ്ടും തൻ്റെ മുഖമൊന്ന് അമർത്തി തുടച്ച് അവനെ നോക്കി പുഞ്ചിരിക്കാൻ ശ്രമിച്ചവർ. നേഹയെ ഇഷ്ടമല്ലേ അമ്മയ്ക്ക്? ശ്രീദേവി ഒന്ന് ഓക്കെ ആയെന്ന് തോന്നിയതും അവർക്കടുത്തേക്ക് ചേർന്നിരുന്നു ചോദിച്ചു അവൻ. നേഹ. വിനീത് പറഞ്ഞ് ആ പേരുടക്കി നിന്നു ശ്രീദേവിയുടെ ഉള്ളിൽ മിഴിവോടെ. കീറി പറഞ്ഞ് പകുതി മുക്കാൽ ശരീരവും വെളിയിൽ കാണും വിധം നഗ്നിയായി ബോധം മറിഞ്ഞ് തൻ്റെ മുന്നിൽ കിടന്നിരുന്ന ഒരു പെൺരൂപം തെളിഞ്ഞവർക്ക് മുന്നിൽ. ഏതോ ഒരുവൻ ബോധം കെടുത്തി മാനം കവർന്നുപേക്ഷിച്ചൊരു ന്യൂസ് റിപ്പോർട്ടർ പെൺകുട്ടി. അന്നവളെ ചികിത്സിച്ചത് താനാണ്. തനിക്കൊപ്പം തന്നെ അസിസ്റ്റ് ചെയ്ത കൂടെയുണ്ടായിരുന്നവനാണ് വിനീത്. അന്നവളെ ആ അവസ്ഥയിൽ കണ്ടിട്ടും അവൾക്ക് സംഭവിച്ചത് എന്താണെന്ന് വ്യക്തമായിട്ടും തൻ്റെ മകൻ്റെ മനസ്സിൽ അവളുടെ രൂപം പതിഞ്ഞു പോയതോർത്തൊരു നിമിഷം അഭിമാനം തോന്നി ശ്രീദേവിക്ക്. പെൺ ശരീരമെന്നാൽ പുരുഷന്റെ വികാരങ്ങൾ തീർക്കാനുള്ള ഒരു ഉപാധി മാത്രമല്ലെന്ന് അവനെപ്പോലെ അവൻ്റെ മുൻ തലമുറയും ചിന്തിച്ചിരുന്നെങ്കിൽ എന്നോർത്തതും ഒരു വല്ലായ്മ തോന്നി ശ്രീദേവിക്ക്. അമ്മ മറുപടിയൊന്നും പറഞ്ഞില്ലല്ലോ. അമ്മയ്ക്ക് ഇഷ്ടമല്ലേ നേഹയെ? തൻ്റെ ചോദ്യം വീണ്ടും ആവർത്തിച്ച് അമ്മയെ ഉറ്റുനോക്കി വിനീത്. അവരിലെ ഭാവമാറ്റങ്ങൾ തിരിഞ്ഞെന്ന പോലെ. നേഹയെ എനിക്കൊരുപാട് ഇഷ്ടമാണ് വിനീത്. സാധാരണ ഏതൊരു പെൺകുട്ടിയെയും തളർന്നും തകർന്നും പോകുന്നത്ര ക്രൂരമായൊരു അനുഭവം തൻ്റെ ജീവിതത്തിലുണ്ടായിട്ടും തളരാതെ തല ഉയർത്തി അന്തസ്സോടെ ഇതേ സമൂഹത്തിൽ നിൽക്കുന്ന അവളോടെനിക്ക് സ്നേഹത്തെക്കാൾ അധികമുള്ളത് ബഹുമാനമാണ്. എന്നിട്ടും എന്താണമ്മേ അവളെ ഞാൻ വിവാഹം കഴിക്കുന്നത് അമ്മയ്ക്ക് ഉൾക്കൊള്ളാനാവാത്തത്? ശ്രീദേവി പറഞ്ഞു നിർത്തും മുമ്പ് ഇടയിൽ കയറി വിനീത് ചോദിച്ചതിന് ഉത്തരം പറയാനാവാതെ അവനെ പതറി നോക്കി ശ്രീദേവി. ആദർശങ്ങളൊക്കെ പറയാനേ കൊള്ളുകയുള്ളൂ അല്ലേ അമ്മേ? മനസ്സിലെന്തോ വെച്ചെന്ന വിധം കുത്തിപ്പറയുന്ന വിനീതിനെ പരിഭ്രമത്തോടെ നോക്കിയവർ. ആ AC മുറിക്കുള്ളിലും വിയർത്തു കുളിച്ചവർ ഞൊടിനേരം കൊണ്ട്. സ്വന്തം ജീവിതത്തിൽ എന്തെങ്കിലും ദുരനുഭവങ്ങൾ വരുമ്പോൾ ചില സത്യങ്ങൾ നമുക്ക് കണ്ടില്ലെന്ന് നടിക്കേണ്ടി വരും വിനീത്. ഞാനും ഒരു സാധാരണ സ്ത്രീയാണ്. മറ്റെന്തിനേക്കാളും എനിക്ക് വലുത് എൻ്റെ മക്കളും കുടുംബവും തന്നെയാണ്. അപ്രിയ സത്യങ്ങൾ വിളിച്ചു പറഞ്ഞ് ഇത്ര കാലവും തല ഉയർത്തിപ്പിടിച്ച് ജീവിച്ച ഈ സമൂഹത്തിന് മുൻപിലൊരു പരിഹാസ കഥാപാത്രമായി ശിഷ്ടകാലം ജീവിക്കാൻ എനിക്ക് സമ്മതമല്ല വിനീത്. അതുപോലെ നേഹ എനിക്കിഷ്ടമാണ്. അവളുടെ വിഷമങ്ങളിൽ വേദനയുണ്ട് എന്ന് കരുതി അവളെ നിൻ്റെ ഭാര്യയായി കാണണം, എനിക്ക് മരുമകളാക്കണം എനിക്ക് താല്പര്യമില്ല, സമയവും ഇല്ല. കാര്യങ്ങൾക്കൊരു തീർപ്പ് കൽപ്പിച്ചെന്ന പോലെ പറഞ്ഞവരെഴുന്നേറ്റതും അവർക്ക് മുന്നിലായി വന്ന് കൈകെട്ടി നിന്നു വിനീത്. അതെന്താണെന്നാണ് അമ്മയോട് ഞാൻ ചോദിച്ചത്. ഒരാളെ ഇഷ്ടമാണെന്ന് പറയുകയും ചെയ്യുക, ഒപ്പം തന്നെ അയാളെ നമ്മളിൽ ഒരാളായി കാണാൻ പറ്റില്ല എന്ന് വാശി പിടിക്കുകയും ചെയ്യുക. എന്തൊരു വൈരുദ്ധ്യമാണമ്മേ അമ്മയുടെ സ്വഭാവത്തിൽ. പരിഹാസം നിറച്ചു തന്നെയാണ് വിനീതിൻ്റെ ഓരോ വാക്കും എന്നറിഞ്ഞിട്ടും തിരിച്ചവനോടൊന്നും പറയാൻ കഴിയാതെ പിടയുന്ന നെഞ്ചോടെ തകർന്നു നിന്നവർ. ഞാൻ എന്തായാലും നേഹയെ എൻ്റെ ഭാര്യയാക്കാൻ തീരുമാനം എടുത്തുറപ്പിച്ചമ്മേ. അതിലൊരു മാറ്റവും വരില്ല. അമ്മ തന്നെ എൻ്റെ ഈ തീരുമാനം അച്ഛനോടും ചേച്ചിയോടും പറയണം. പറയില്ലേ? ആകെ തകർന്നതുപോലെ നിൽക്കുകയാണ് അമ്മ എന്നറിഞ്ഞിട്ടും വാശിയോട് അവർക്ക് മുൻപിൽ ചെന്നവൻ പറയുന്നേരം കണ്ടു തങ്ങളുടെ സംസാരം അത്രയും കേട്ടുകൊണ്ട് റൂം വാതിക്കലായി തറഞ്ഞു നിൽക്കുന്ന തൻ്റെ ചേച്ചി വിനീതയെ. ഒരു നോട്ടം അവളുടെ പകച്ച വിളറി രക്തം വാർന്ന മുഖത്തേക്ക് അവൻ നോക്കി. പിന്നെ സാധാരണ എന്ന പോലെ അമ്മയ്ക്ക് മുന്നിൽ അവൻ നിവർന്നു നിന്നതും അവൻ്റെ ആ അവഗണനയിൽ ശരീരത്തിലൊരു വിറയൽ പാഞ്ഞുലഞ്ഞുപോയി വിനീതിന്. ഞാൻ ആരോടും ഒന്നും പറയില്ല വിനീത്. അതുപോലെ തന്നെ നീ നേഹയെ വിവാഹം കഴിക്കുകയില്ല. ഞാൻ സമ്മതിക്കില്ല. അതെന്താ അമ്മ അങ്ങനെ? സ്വന്തം ഭർത്താവ് ക്രൂരമായി ഉപദ്രവിച്ച് ഉപേക്ഷിച്ച ഒരുവളെ മരുമകളായി കാണാനുള്ള മടി കൊണ്ടാണോ? അതോ അവളെ സ്വന്തം സപത്നിയായി കാണേണ്ടി വരുമോ എന്ന ഭയം അതുകൊണ്ടാണോ ഈ എതിർപ്പ്? ശ്രീദേവിയിൽ നിന്ന് നോട്ടം മാറ്റാതെ ശാന്തമായ സ്വരത്തിൽ വിനീത് ചോദിച്ചതും തൻ്റെ തകർച്ച പൂർത്തിയായതുപോലെ കണ്ണുകൾ ഇറുക്കി അടച്ച് തളർന്നവൻ്റെ മുന്നിലിരുന്ന് പോയവർ. അത് കണ്ടിട്ടും യാതൊരു ഭാവമാറ്റവുമില്ലാതെ വിനീത് അവരെ നോക്കി നിന്നതും അമ്മേ എന്നൊരു നിലവിളിയോടെ അവർക്കടുത്തേക്ക് പാഞ്ഞു വന്നു വിനീത്. അത് കണ്ടതും ആ മുറിയിൽ നിന്ന് പുറത്തേക്കിറങ്ങിപ്പോയ വിനീതിൻ്റെ ഇരുമിഴികളും നിറഞ്ഞൊഴുകി കവിളിലൂടെ പരന്നിരുന്നു കണ്ണുനീരായി. പെണ്ണിന് ശത്രുവെന്നും
പെണ്ണ് തന്നെയാണ് നേഹ. അല്ലെങ്കിൽ തനിക്കെതിരെ, തൻ്റെ ബിസിനസ് രീതികൾക്കെതിരെ വാർത്ത നൽകിയതിൻ്റെ പേരിൽ സ്വന്തം മകളോളം പോലും പ്രായമില്ലാത്തൊരു പെൺകുട്ടിയെ തൻ്റെ ഭർത്താവ് ശാരീരികമായി ഉപദ്രവിച്ചു നിറഞ്ഞിട്ടും അതിനെപ്പറ്റി ഇന്നേ വരെ അയാളോടൊന്ന് തുറന്ന് ചോദിക്കുക പോലും ചെയ്യാത്ത എൻ്റെ അമ്മയൊക്കെ ഒരു സ്ത്രീയാണോ? ഇതെല്ലാം എൻ്റെ ചേച്ചിക്കും അറിയാം. അമ്മ പറഞ്ഞു തന്നെ. പക്ഷെ പ്രതികരിക്കില്ല അവർ. സമൂഹത്തെ ഭയമാണവർക്ക്. അവർക്കെല്ലാം വലുത് ഭർത്താവും കുടുംബവും സൽപ്പേരും എല്ലാം ആണ്. പുച്ഛത്തേക്കാൾ മുകളിലൊരു വികാരം ഉണ്ടെങ്കിൽ അതാണ് എനിക്കിപ്പോൾ അവരോടല്ല. നേഹയ്ക്ക് മുന്നിലിരുന്ന് ഓരോന്നും വ്യക്തമായി വിനീത് പറയുമ്പോൾ അവളുടെ ഉള്ളംകൈ അവൻ്റെ കൈക്കുള്ളിൽ ഭദ്രമായിരുന്നു. എന്നോട് ശരിക്കും ഇഷ്ടമുണ്ടായിട്ട് തന്നെയല്ലേ ഡോക്ടറിനെ കിട്ടുന്നത്? അല്ലാതെ കുറ്റബോധമോ സഹതാപമോ അവരോടുള്ള ദേഷ്യമോ ഒന്നുമല്ലോ ഈ തീരുമാനത്തിന് പിന്നിൽ. വിനീതിൻ്റെ വാക്കുകൾക്ക് കാതുകൊടുത്തു കഴിഞ്ഞ് നേഹ ചോദിച്ചതും അവളെ സൂക്ഷിച്ചെന്ന് നോക്കി വിനീത്. ഇതേപോലൊരു ചോദ്യം ഞാൻ നേഹയോട് തിരിച്ചു ചോദിച്ചാൽ എന്താവും നേഹയുടെ മറുപടി? വിനീതിൻ്റെ ആ ചോദ്യത്തിലൊരു ചിരിയോടെ അവനെ പുണർന്നു മാറി നേഹ. തിങ്ങി നിറഞ്ഞിരുന്ന വലിയൊരു സദസ്സിന് മുന്നിൽ വെച്ച് നേഹയുടെ കഴുത്തിൽ വിനീത് താലി ചാർത്തുമ്പോൾ അത് നോക്കി നിസ്സഹായരായി നിന്നു ശ്രീദേവിയും വിനീതയും. താലി ചാർത്തി ചടങ്ങുകൾ കഴിഞ്ഞതും അമ്മയ്ക്കും സഹോദരിക്കും പുറകിൽ ശിരസ്സു താഴ്ത്തിയിരിക്കുന്ന അച്ഛനടുത്തേക്ക് നേഹയുടെ കൈ പിടിച്ച് നടന്നു വിനീത്. നിങ്ങൾ ചെയ്ത തെറ്ററിഞ്ഞിട്ടും നിങ്ങളെ നിയമത്തിന് വിട്ടുകൊടുക്കാതെ ഞാൻ നിങ്ങളുടെ മകൻ്റെ ഭാര്യയായത് നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ വന്നു നിന്ന് നിൽക്കാനാണ്. ഓരോ തവണ നിങ്ങൾക്ക് മുൻപിൽ എന്നെ കാണുമ്പോഴും നിങ്ങളുടെ ഉള്ളിൽ തെളിയണം നിങ്ങൾ എന്നോട് ചെയ്തത് എന്താണെന്ന്. നിങ്ങൾ ഉപയോഗിച്ച് വലിച്ചെറിഞ്ഞ ഈ ശരീരവുമായിട്ടാണ് നിങ്ങളുടെ മകൻ്റെ ഭാര്യയായി ഞാൻ കഴിയുന്നതെന്ന ചിന്ത ഓരോ സെക്കൻഡിലും ഉയരണം നിങ്ങൾക്കുള്ളിൽ. വാക്കുകൾ കൊണ്ട് അയാളെ തളർത്തി നേഹ ശ്രീദേവിയെ കടന്നുപോയതും ഒന്ന് നിന്നവൾ അയാൾക്ക് മുൻപിൽ. ശരീരം പങ്കിട്ട് കൊടുത്ത കണക്കിൽ അയാൾക്ക് മുന്നിൽ നമുക്കൊരേ സ്ഥാനമാണല്ലേ ഡോക്ടർ. വ്യത്യാസം ഒന്ന് മാത്രമേ ഉള്ളൂ. നിങ്ങൾ അയാളുടെ കുഞ്ഞുങ്ങളെ പ്രസവിച്ചു. പക്ഷേ ഞാൻ നാളെ ഒരിക്കൽ അയാളുടെ മകൻ്റെ കുഞ്ഞിനെ പ്രസവിക്കും. എന്തൊരു വിരോധാഭാസമാണല്ലേ ഡോക്ടർ. വാക്കുകൾക്ക് കഠാരയേക്കാൾ മൂർച്ച നൽകി അവരുടെ ഹൃദയം ഒന്നാകെ കുത്തി മുറിവേൽപ്പിച്ച് ശിരസുയർത്തി വിനീതിനൊപ്പം നേഹ നടന്നു മറയുമ്പോൾ മുറിവേറ്റ ഹൃദയങ്ങൾ നാണക്കേടിലും താഴ്ന്നെന്നൊരവസ്ഥയിൽ ഇനി എന്തെന്നറിയാതെ അവിടെ പകച്ചിരുന്നുപോയി. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.